കാറ്റത്തെ കിളിക്കൂട് സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിധി ആ വീട്ടിൽ ഇപ്പോൾ എടുത്ത തീരുമാനം എല്ലാവരും അന്തിച്ചു നിൽക്കുകയാണ്. എന്ത് പറയണമെന്നറിയാതെ അത് വരുത്തി വെച്ചതാ. നിധിയെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചത് സുധീഷ് തന്നെയാണ്. ഇതെല്ലാം കൊണ്ട് വീണ്ടും ഓരോ തരത്തിൽ കുറ്റപ്പെടുത്തി തുടങ്ങിയിട്ടുണ്ട് അനിയന്മാർ. എന്നാൽ മര്യാദയ്ക്കിരുന്നൂടെ? വന്നു കഴിഞ്ഞ ഉടനെ തന്നെയാ വീണ്ടും അടുത്ത പ്രശ്നം ഉണ്ടാക്കില്ലെന്ന് പറഞ്ഞതാ. വീണ്ടും ചെയ്യാത്ത കാര്യത്തിന് ഓരോന്ന് അവളെ കൊണ്ട് ചെയ്യിപ്പിച്ചതല്ലേ, അതുകൊണ്ട് ഇതാർക്കും ഒന്നും പറയാനില്ല എന്ന് സുഭാഷ് പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് ഒന്നും പറയാതെ തലയ്ക്ക് കൈയും കൊടുത്തിരിക്കുക സുധീഷ്. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ എന്തായാലും താലി ഊരി കൊടുത്തില്ലേ, ഇനി എന്ത് ചെയ്യാനാ എന്ന് പറഞ്ഞ് ആലോചിക്കുകയും ചെയ്യുന്നുണ്ട്. നിധിയാണെങ്കിൽ സുധീഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എന്തായാലും ഈ ഒരു താലിമാറിൻ്റെ കാരണമല്ലേ എൻ്റെ അടുത്ത് കൂടുതൽ അധികാരം കാണിക്കാൻ വന്നത്. ഇനി അത് വേണ്ട, എനിക്കത് ഇഷ്ടവുമില്ല. ഇതാണെന്ന് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ആദ്യമേ ഞാൻ ഒരു തരുമായിരുന്നു ഈ താലി എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടതും സുധീഷ് പറയുന്നുണ്ട്, എന്തായാലും ഞാൻ ഇത് പ്രതീക്ഷിച്ചില്ല, ഞാൻ ഇങ്ങനെയല്ല ഞാൻ വിചാരിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് വിചാരിച്ചത്? എന്തായാലും കഴിഞ്ഞില്ലേ, ഇനിയാണെങ്കിൽ എൻ്റെ അടുത്ത് അധികാരം കാണിക്കാൻ വരല്ലേ എന്നും പറഞ്ഞിട്ട് അകത്തേക്ക് പോകുന്നത് കണ്ടിട്ട് സുഭാഷ് പറയുന്നുണ്ട്, എന്താ നിനക്ക് വല്ല കുഴപ്പമുണ്ടോ? ഞങ്ങൾ അത്ര പേരാ പറഞ്ഞത് ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവരുതെന്ന്. ഒരു കാര്യം കഴിഞ്ഞ് തിരിച്ച് വിളിച്ചുകൊണ്ട് വന്നതേ ഉള്ളൂ. ഇനി അടുത്തതിൽ പോയാൽ പിന്നെ തിരിച്ച് വരത് പോലുമില്ല നിധി എന്നും പറയുന്നുണ്ട്. ഈ വാക്ക് കേട്ടിട്ട് സുധീഷിന് വീണ്ടും എന്തൊക്കെയോ ചിന്തിച്ച് കൂട്ടുന്നുണ്ട്. അങ്ങനെ ഭാസ്കരൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എല്ലാവരും അറിഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട്, എല്ലാവരും ഇല്ലല്ലോ, ഞാൻ മാത്രമല്ലേ ഉള്ളൂ എന്ന് ഭാസ്കരൻ പറയുന്നുണ്ട്. അപ്പോൾ നികേഷ് പറയുന്നുണ്ട്, മോൻ അടുത്ത ഒരു പരിപാടി ചെയ്തു വെച്ചിട്ടുണ്ട്. എന്താ? അതോ നിധി ചേച്ചിയെ കൊണ്ട് ആ താലി ഒരു കയ്യിൽ വാങ്ങിപ്പിച്ചു. അതൊരു വലിയൊരു TV ഷോ ആയിട്ട് നമുക്ക് എടുക്കേണ്ടതായിരുന്നു. ഈയിടയ്ക്ക് TV ഷോയ്ക്ക് ബെസ്റ്റ് കപ്പിളിനുള്ള പ്രൈസും വാങ്ങിച്ചിട്ട് വന്ന ആളല്ലേ. എന്നാൽ ഇപ്പോഴാണെങ്കിൽ അതിനേക്കാളും വലിയ കാര്യമാണ് ചെയ്തത്. നമുക്കൊരു പ്രൈസ് കൊടുത്താലോ അച്ഛാ എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടത് സുധീഷിന് ദേഷ്യവും വരുന്നുണ്ട്, സങ്കടവും വരുന്നുണ്ട്. എന്ത് പറയണമെന്നറിയാതെ നിൽക്കുക. എന്തായാലും ഓരോ തരത്തിൽ ഓരോരോ കാര്യമായിട്ടാണ് പിന്നെയും സുധീഷിന് തിരിച്ചടിയായിട്ട് വരുന്നത്. എന്തായാലും ഇനി ഇതിൽ നിന്ന് ആദ്യം നീ നിൻ്റെ കാര്യം എങ്ങനെ കരകയറാൻ നോക്ക്, എന്നിട്ട് മതി ബാക്കിയുള്ള കാര്യം പറയാൻ എന്ന് പറയുന്നുണ്ട് സുഭാഷ്. ഇത് കേട്ടത് സുധീഷിനെ ദേഷ്യം വരുന്നുണ്ടെങ്കിൽ ചെയ്യുന്നുണ്ട്. എന്നാലും നീ ദേഷ്യപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. നീ വരുത്തി വെച്ചതല്ലേ, മര്യാദയ്ക്ക് അവൾ ഇവിടെ നിന്ന് വന്നതല്ലേ, വന്നിട്ട് എങ്ങനെയെങ്കിലും സന്തോഷത്തോട് പോകണമെന്നല്ലാതെ വീണ്ടും ഓരോന്ന് പറഞ്ഞ് തിരികേറ്റല്ലേ നീ ചെയ്യുന്നത്. എന്തായാലും ഇങ്ങനെയൊന്നും നമുക്ക് ചെയ്യാൻ പാടില്ലായിരുന്നു. അവളാണെങ്കിൽ വെറുതെ അവിടെ ഇരുന്നതിൻ്റെ അടുത്താണ് നിൻ്റെ ഓരോ വർത്തമാനമായിരുന്നത്. ഇതൊക്കെ കൊണ്ട് ആ കുട്ടിക്ക് എന്തുമാത്രം വിഷമം വന്നു കാണും. ആ വീട്ടിൽ ഇങ്ങനെയൊക്കെ ആയിരുന്നു, നിനക്കറിയാമല്ലോ. എന്നാൽ ഇവിടെ വന്ന് എന്തെല്ലാം സഹിച്ചിട്ടാണ് ഇവിടെ നിൽക്കുന്നത് തന്നെയാണ്. അതെന്തുകൊണ്ടാണ്? ഈ വീടുമായിട്ട് പ്രത്യേക ഒരു ബന്ധമുണ്ട്, അതുകൊണ്ട് മാത്രമാണ്, ഞങ്ങളുടെയുള്ള ഒരു സ്നേഹം കൊണ്ട്, അല്ലാതെ നിൻ്റെ അടുത്തുള്ള ഇതൊന്നും കൊണ്ടല്ല എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടത് സുധീഷിന് ദേഷ്യം വരുന്നുണ്ട്. എന്തായാലും ഞാൻ കല്യാണം കഴിച്ചുകൊണ്ട് വന്നത് കൊണ്ടല്ലേ ഇവിടെ വന്നത്. അത് എങ്ങനെ കല്യാണം ആയെന്ന് നിനക്കറിയാമല്ലോ. പിന്നെ എന്തിനാ അതെങ്ങനെയെങ്കിലും പതുക്കെ സ്നേഹത്തോടെ നിങ്ങൾ പ്രശ്നങ്ങൾ തീർത്ത് വരേണ്ടതല്ലേ. അതിന് പകരമായിട്ട് ഇങ്ങനെയൊക്കെ ഓരോ പ്രശ്നം ഉണ്ടാക്കി എങ്ങനെയാണ് ശരിയാവുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് നികേഷ് പറയുന്നുണ്ട്, നമ്മളോടുള്ള കളിയാക്കലും നമ്മളുടെ ദേഷ്യം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിച്ചത്. എന്തായാലും ഒരു കാര്യം ഇങ്ങനെ ഇനിയെങ്കിൽ നമുക്ക് സുനന്ദയുടെ കാര്യം ആലോചിച്ചൂടെ ചേട്ടാ എന്ന് ചോദിക്കുന്നുണ്ട് നികേഷ്. ഇത് കേട്ടത് സുഭാഷിന് ദേഷ്യം വരുന്നുണ്ട്. എന്തായാലും ഇതിൻ്റെ ഇടയിൽ എന്തിനാ സുനന്ദയെ വലിച്ചു കഴിക്കുന്നത്? സുനന്ദ അന്ന് വീട്ടിൽ വന്നപ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ഇഷ്ടമായി. എന്തായാലും നിധി ചേച്ചി എങ്ങനെയോ അതുപോലെ തന്നെയാണ് സുനന്ദയും. ഈ വീട്ടിൽ വന്നപ്പോഴത്തേന് ഒരു ചെറിയ ഓളം ഉണ്ടായി. എന്തോന്ന് അതോ എന്താന്ന് മനസ്സിലായില്ല, ഒരു പ്രത്യേക ഒരു ചേട്ടത്തിൽ നിന്ന് ഫീലിംഗ് വന്നു നമുക്ക്, അതുകൊണ്ടാണ് പറഞ്ഞേ. എന്നാലും വന്ന ഉടനെ അച്ഛന് ഓരോ പണി കൊടുത്തില്ലേ നിങ്ങൾ എന്നും പറയുന്നുണ്ട്. അച്ഛൻ വിചാരിച്ചു ഹിന്ദി മാത്രം അറിയാവുള്ളൂ, പക്ഷെ നീ മലയാളം പഠിപ്പിച്ച് അവളെ അന്ന് മലയാളം പറയിപ്പിച്ചില്ലേ അച്ഛനെ കൊണ്ട്. എന്നാലും അച്ഛന് ദേഷ്യം വന്നതുകൊണ്ടാണ് നീയാണെങ്കിൽ ഇന്നും രക്ഷപ്പെട്ടത്, അല്ലെങ്കിൽ അന്ന് വലിയൊരടി നടക്കുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അത് അച്ഛൻ്റെ സ്വഭാവം അനുസരിച്ച് നമുക്ക് ഒരു ചെറിയ പണി കൊടുക്കണ്ടേ, അതുകൊണ്ടല്ലേ അങ്ങനെ ചെയ്തേ. ഇന്നും അവൾ കാണുമ്പോഴത്തേക്ക് പറയും അന്ന് അനിയന്മാർ ചെയ്ത ആ ഒരു കാര്യം. എന്തായാലും നിങ്ങൾ ഇങ്ങനെയാണെന്ന് അവർ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഈ കാര്യം കൂടെ കേട്ടാൽ പിന്നെ പണിക്ക് പോലും വരില്ല എന്ന് പറയുന്നുണ്ട്. എന്തായാലും ആ കൊച്ച് വന്ന് പണി ചെയ്തിട്ട് പൊയ്ക്കോട്ടെ, എന്തിനാ ആ കുട്ടിയെ ഇതിലോട്ട് വലിച്ചഴിക്കണേ എന്ന് സുഭാഷ് പറയുന്നുണ്ട്.
ഇത് കേട്ടതും സുധീഷ് പറയുന്നുണ്ട്, ഈ കാര്യത്തിനിടയിലാണ് ഒരു സുനന്ദയുടെ കാര്യമൊന്നും മിണ്ടാതിരിക്കുമോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നികേഷ് പറയുന്നുണ്ട്, എന്തായാലും നിങ്ങളുടെ കാര്യം എങ്ങനെയാണ് അതുപോലെയാണ് ഞങ്ങളുടെ ചേട്ടൻ്റെ കാര്യം എന്ന് പറയുന്നുണ്ട്. സ്വന്തം കാര്യം മാത്രം നോക്കിയാൽ പോരല്ലോ, എന്നാലും ഇതിന് പകരമായിട്ട് നമുക്ക് സുഭാഷേൻ്റെ കല്യാണം നടത്തണമല്ലോ എന്ന് വീണ്ടും അതിനിടയ്ക്ക് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കല്യാണം നടത്തുക എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് മാറണമെന്ന എല്ലാവരും താല്പര്യം. എന്നാൽ എനിക്കത് ഇഷ്ടമല്ല, നിങ്ങളെ വിട്ട് പോകാനും മനസ്സില്ല. പിന്നെ എന്തിനാ നിങ്ങൾ അങ്ങനത്തെ കാര്യമൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കുന്നത്? അപ്പോഴത്തേക്കും സുധീഷ് പറയുന്നുണ്ട്, അതുകൊണ്ടല്ലേ നമുക്ക് വേറൊരു രാജ്യത്തു നിന്നൊന്നുമല്ലല്ലോ കൊണ്ടുവരുന്നത്, ഒരു അന്യ സംസ്ഥാനത്തു നിന്നല്ലേ. അത് നമുക്ക് യോജിക്കുന്ന ഒരു കാര്യം തന്നെയാണ് സുനന്ദ എന്ന് പറയുന്നത്. അത് നമുക്ക് നോക്കിയാലോ എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് വീണ്ടും ഒരു കാര്യം വീണ്ടും പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയല്ലേ. എന്തായാലും ഒന്ന് തീരട്ടെ, അത് മതി അടുത്ത കാര്യം എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടത് നിധിയാണെങ്കിൽ അകത്ത് നിൽപ്പുണ്ടായിരുന്നു. നിധി വന്ന് പറയുന്നുണ്ട്, എന്തിനാ വീണ്ടും ഇതൊക്കെ പറയുന്നത്? ഇനി എനിക്ക് എൻ്റെ കാര്യം നിങ്ങൾ ആരും സംസാരിക്കണ്ട. ഇതിനെക്കുറിച്ച് താലി കഴിച്ച കാര്യത്തെക്കുറിച്ച്. എന്നാൽ സുനന്ദര കാര്യം പറഞ്ഞു. സുനന്ദര കാര്യം പറയുന്നത് എനിക്ക് ഇഷ്ടമാണ്. ആ കുട്ടിയെന്ന് വന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഇഷ്ടമായി എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് സുഭാഷ് പറയുക, എന്തായാലും ഈ കാര്യം ഇപ്പം ചെയ്ത് ശരിയായില്ല നിധി എന്ന് പറയുന്നുണ്ട് സുഭാഷ്. അങ്ങനെ എന്തായാലും ഒരു താലികെട്ട് കഴിഞ്ഞതല്ലേ, അത് പോരിയെടുക്കുക എന്ന് പറഞ്ഞാൽ നല്ലൊരു കാര്യമല്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നിധി പറയുന്നുണ്ട്, എന്തായാലും എനിക്ക് തോന്നിയത് ഞാൻ ചെയ്തു, ഇനി അതിനെക്കുറിച്ച് ന്യായീകരിക്കണ്ട എന്ന് വീണ്ടും പറഞ്ഞുകൊണ്ട് നിധി പറയുന്നുണ്ട് നികേഷിൻ്റെ അടുത്ത്, നിങ്ങളുടെ അടുത്തുള്ള ഒരു സ്നേഹം കൊണ്ടാണ് വീണ്ടും ഞാൻ തിരിച്ചിങ്ങോട്ട് വന്നത്. എന്തോ ഒന്നും എന്നെ അടുപ്പിക്കുന്നുണ്ട് ഇങ്ങോട്ട്, അല്ലാതെ സുധീഷിനുള്ള പ്രേമം കൊണ്ടൊന്നുമല്ല എന്ന് പറയുന്നു അവരടുത്ത്. എന്നാൽ മനസ്സിൻ്റെ ഉള്ളിലെ ഒന്നുണ്ട് അല്ലേ നിധി എന്ന് വീണ്ടും സുധീഷ് കേൾക്കുന്നുണ്ട്. എന്തായാലും എല്ലാവരുടെ സംസാരിക്കുന്നതെല്ലാം പ്രേമം കൊണ്ടാണോ? ഒരു ഇഷ്ടം എല്ലായിടത്തും ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് പ്രേമമാകില്ലല്ലോ എന്ന് പറയുന്നുണ്ട് നിധി. ഇത് കേട്ടതും സുഭാഷ് പറയുന്നുണ്ട്, അതുപോലെ തന്നെ സുനന്ദയുടെ കാര്യത്തിൽ ഞാനൊന്ന് മിണ്ടിക്കഴിഞ്ഞ ആ കുട്ടിയുടെ പ്രേമമെന്നാണ് ഏമാർ പറയുന്നത്. എന്നാൽ ഇവർക്ക് എന്തോന്നറിയാം, എൻ്റെ കാര്യം എനിക്കല്ലേ അറിയാവുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് നിധി പറയുന്നുണ്ട്, എന്തായാലും അത് സത്യമുള്ള കാര്യം, അതിന് കൂടുതലൊന്നും പറയണ്ട സുഭാഷ് ചേട്ടൻ എന്ന് പറയുന്നുണ്ട്. നീയും ഈ കാര്യത്തിൽ അവരെ കൂടെ കൂടിയോന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തായാലും സുധീഷിനാണെങ്കിൽ ഒരു കാര്യം എത്തുന്ന മുമ്പ് തന്നെ അടുത്ത ഓരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുക. സുധീഷിനെങ്കിൽ ഏറ്റവും വളരെ ഒരു വിഷമഘട്ടത്തിലാണ് ഇപ്പം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് എങ്ങനെ ഇനി മാറ്റിയെടുക്കാം, എങ്ങനെ ഇനി എന്ത് ചെയ്താൽ ഇതൊക്കെ ശരിയാവും എന്നൊക്കെ ചിന്തയില്ല സുധീഷ് ഇപ്പോൾ. എന്തായാലും ഓരോന്ന് നല്ല രീതിയിൽ തന്നെ വരട്ടെ എന്ന് സുഭാഷ് പറഞ്ഞിട്ട് അകത്തേറി പോകുന്നുണ്ട്.